ബിഗ് ബോസ് എന്ന ഷോയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഇമോഷൻസ്, ഫൺ, ഫൈറ്റ്, ഡ്രാമ ഇതൊക്കെയല്ലേ. എന്നാൽ ഇതിനു മുന്നേ നമ്മൾ കടന്നുപോയിട്ടുള്ള ഈ മലയാളം ബിഗ് ബോസ് സീസണിലെ ഓർമ്മകളിലേക്ക് നമുക്കൊന്ന് പോയി വന്നാലോ. 2018 ബിഗ് ബോസ് മലയാളം സീസൺ 1 വന്നത്. നമ്മുടെ സ്വന്തം മലയാളേട്ടൻ തന്നെയായിരുന്നു ഇതിന്റെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ മുഴുവൻ കേരള ജനതയും ആ ഒരു മണിക്കൂർ, ആ ഒരു സമയം പിടിച്ചിരുത്താൻ ഈ ഷോയ്ക്ക് കഴിയുന്നുണ്ടായിരുന്നു. കൊച്ചിനടുത്തുള്ളൊരു സ്നേഹം കൊണ്ടൊക്കെ വിടുമ്പോൾ അതങ്ങ് സീരിയസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാനങ്ങ് സീരിയസ് ആയിട്ട് എടുത്തു. ഈ ഒരു സീസണിൽ വിന്നറായി വന്നിരിക്കുന്നത് സാബു മോന്തു സമതാണ്. സോഷ്യൽ മീഡിയകളിലെ തരികിട സാബു. ക്യാപ്റ്റൻസി ടാസ്ക് മുതൽ അക്രമം വരെ നമുക്ക് ആ സീസണിൽ അന്ന് കാണാൻ സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ജനപ്രീതി എഴുതിയ സീസൺ ആയിരുന്നു സീസൺ 1. ഇവിടെ അല്ല, നീ എവിടം വരെ ഇതിനകത്ത് നീ ഓടിയാല് അപ്പിട്ടം വരെ ആണുങ്ങൾക്ക് അങ്ങനെ സംസാരിച്ച് പഠിക്കരുത്. അത് നീ പറച്ചിലേ ഉള്ളൂ, നീ തൊടുന്ന ഓർമ്മയാണത്തുള്ളൂ. നിന്റെ പ്രാക്ടീസും നിന്റെ ആക്ടീവ്സും അല്ല, നിന്റെ മാത്രം ചട്ടമ്പിമാരായിട്ട് എന്റെ തൊട്ട് വരുന്നത് അവന്മാർക്ക് എന്ന് പറഞ്ഞാൽ അടിക്കുമെന്നൊക്കെ. പിന്നീട് വന്നത് 2020 സീസൺ 2 ആണ്. എന്നാൽ കൊറോണയുടെ ചില കാരണങ്ങൾ കാരണം ആ ഷോ പാതിയിൽ വെച്ച് തന്നെ അവർക്ക് ക്ലോസ് ചെയ്യേണ്ടി വന്നിരുന്നു. അതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വീണ, ആര്യ ആൻഡ് ഓൾസോ ഡോക്ടർ രജിത് കുമാർ. പ്രേമത്തിന് കണ്ണില്ല, മൂക്കില്ല, വയസ്സില്ല, ശരിയല്ലേ? പക്ഷെ ഒരു വകതിരിവുണ്ടാവണം. ആ സമയത്ത് ഡോക്ടർ രജിത് കുമാറിന്റെ ഒരുപാട് കോൺട്രവേഴ്സീസ് നിലവിൽ വന്നിരുന്നു. ചില കോൺട്രവേഴ്സികൾ പറഞ്ഞിരുന്ന അദ്ദേഹത്തിന് ജയിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടും കൂടിയാണ് ഈ ഷോ ക്ലോസ് ചെയ്തിരുന്നത് എന്നും കൂടിയാണ്. സീസൺ 1 പോലെ തന്നെ ഏറെക്കുറെ എന്റെ ഫേവറേറ്റ് ആയിരുന്നു സീസൺ 2 ഓൾസോ. പിന്നീട് വന്നിരിക്കുന്നത് സീസൺ 3 ആണ്, 2021. അന്ന് വന്നിരുന്ന ബിഗ് ബോസ് സീസൺസിൽ ഏറ്റവും കൂടുതൽ ഇമോഷണലായി പോയിരുന്ന സീസൺ ആയിരുന്നു സീസൺ 3. വോട്ട് ചെയ്തോണ്ടിരുന്ന സമയത്ത് ആ സമയത്ത് ഒരു എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന, എന്റെ ബിഗ് ബോസ് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പയ്യൻ, അവൻ ആ സമയത്ത് മരിച്ചുപോയി. ആ സമയത്ത് അവൻ അവസാനമായി എഴുതിയ വാക്കുകളാണ് മണിക്കൂട്ടൻ ചേട്ടൻ എങ്ങനെയെങ്കിലും ഫൈനൽ 5 വരെ എത്തിക്കണമെന്നുള്ളത്. ടിംബൽ ബായ്, സായി വിഷ്ണു എന്നിവരായിരുന്നു ആ ഒരു സമയം സോഷ്യൽ മീഡിയയിൽ വളരെയേറെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരുന്നത്. മണിക്കൂട്ടനായിരുന്നു ഈ ഷോയുടെ വിജയിതാവ്. മറ്റൊരു പ്രധാന കാര്യം, ഈ സീസണിലാണ് ഏറ്റവും കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആ സമയം. അടുത്തതായി വന്നിരിക്കുന്ന സീസൺ 2022 ഇതിൽ നിങ്ങൾക്ക് ഡ്രാമ, ഫ്രണ്ട്ഷിപ്പ്, വഞ്ചന, പാടി മരിക്കണം. ഇതൊക്കെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾ കാണാൻ സാധിക്കുന്നത് ദിൽഷ പ്രസന്റ്, ബ്ലെസ്ലി, സൂരജ്, മറ്റൊരു പേരും കൂടിയുണ്ട്. അത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫുൾ സീസൺ ഓർമ്മ വരും. മറ്റാരും തന്നെയല്ല, മിനി സ്ക്രീനിൽ വന്ന് വൻ ആർമി തന്നെ രൂപപ്പെടുത്തിയെടുത്ത നമ്മുടെ സ്വന്തം ഡോക്ടർ റോബിൻ. മലയാളം ബിഗ് ബോസ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് സീസൺ 4 ഒരു വനിതാ വിജയിതാവ് ഉണ്ടാവുന്നത്. മറ്റാരും തന്നെയല്ല, ദിൽഷ പ്രസന്നനായിരുന്നു അത്. പിന്നീട് വന്നിരിക്കുന്നത് 2023 സീസൺ 5 ആണ്. സോഷ്യൽ മീഡിയകളിൽ ലിറ്ററലായി പൊട്ടിച്ചിരിപ്പിച്ച ഒരു സീസൺ തന്നെയായിരുന്നു അത്. അത്യാവശ്യം ഡ്രാമയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ചിരിക്കാൻ പറ്റിയിരുന്ന ഒരു സീസൺ ആയിരുന്നു സീസൺ 5. ഈ പ്രേക്ഷകരെന്ന് പറയുന്നവര് മണ്ടന്മാർ. ഇന്നത്തെ സിനിമയാണ്. ഇതിൽ പ്രധാനമായും എടുത്തു പറയാനുള്ള ഒരാളെന്ന് പറയുന്നത് അഖിൽ മാരാറാണ്. പുള്ളിക്കാരൻ വരുമ്പോൾ ഒന്നുമല്ലെങ്കിലും ഷോയിൽ വന്നതിന് ശേഷം പുള്ളിക്കാരൻ സ്വന്തം ഫാൻ ബേസ് ഉണ്ടാക്കിയിട്ടാണ് അവിടെ നിന്ന് പോയിരിക്കുന്നത്. ഞാൻ അച്ഛാന്ന് വിളിക്കുന്നത് രാജേന്ദ്രൻ പിള്ള പറഞ്ഞ ഒരാളെയാണ്. ബിഗ് ബോസ് പറഞ്ഞാലും ഇങ്ങോട്ട് എല്ലാവരും അച്ഛൻ്റെ പേരാന്ന് വിളിക്കുന്നത്. അവസാനം വന്നിരിക്കുന്ന സീസൺ 6 നിങ്ങൾ കാണാൻ സാധിക്കുന്നത് അർജുൻ, ജാസ്മിൻ, അഭിഷേക് ആൻഡ് ഓൾസോ നമ്മുടെ സ്വന്തം വിന്നർ ചിൻഡു ആയിരുന്നു. താക്കീതായിരുന്നു ഫസ്റ്റ് ആഴ്ച എന്നോട് ഇങ്ങനെ പറയുന്നത്. അതീപ്പനെ ഞാൻ പറഞ്ഞിട്ടില്ല. അതീപ്പനെ ജസ്റ്റ് എന്നെ തെറി വിളിച്ചപ്പോൾ ആളുടെ അച്ഛനെ ജസ്റ്റ് ഞാൻ വിളിച്ചു. പക്ഷേ ജനപ്രീതി കുറവായിരുന്ന ഒരു സീസൺ ആയിരുന്നു സീസൺ 6. കാരണം അത്ര വലിയ രീതിയിലുള്ള ഡ്രാമയോ ഇമോഷണൽ പാക്കേജോ ഒന്നും തന്നെ ഇവർക്ക് അതിൽ കീപ്പ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. വലിയ രീതിയിൽ പ്രേക്ഷക പിന്തുണ ഈ ഒരു സീസൺ കുറവായിരുന്നു. സോ ഇനി വരാൻ പോകുന്ന സീസൺ 7 വളരെയേറെ ഗംഭീരമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.